പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ ബദാം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ബദാം നല്ലോണം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ നല്ലോണം വറുത്തെടുക്കണം. ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര പൊടിച്ച ഏലക്കാപ്പൊടി. ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു ജാറെടുത്ത് വെച്ചിട്ട് അതിലൊരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു 4 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണം. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം അരച്ചെടുക്കുക. ഒരു തവയെടുത്ത് നെയ്യ് പുരട്ടി വയ്ക്കുക. അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. പകുതി ഒഴിക്കുക. പകുതി മാവ് ഒഴിച്ച് അതിലേക്ക് തേങ്ങ വറുത്തതും എല്ലാം ഇട്ട് ഇനി ബാക്കി മാവും കൂടി ഒഴിച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി.